വെൽക്കം ടു നിംസ് ക്രിയേറ്റീവ് ടൈം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചെറിയ ബ്ലോസം ട്രീയുടെ വോൾ ആർട്ടാണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു വോൾ ആർട്ട് നമ്മൾ ചെയ്യണത്. പിന്നെ ഈ ഒരു വോൾ ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏത് തരം കളർ പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ചാർട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യാം, A4 കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ ക്രീപ്പ് പേപ്പറും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു വോൾ ആർട്ടിൽ നമ്മൾ LED ലൈറ്റ് സ്ട്രിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിലും ഇത് കാണാൻ നല്ല രസമായിരിക്കും. ഈ ഒരു വോൾ ആർട്ട് നമുക്ക് ബെഡ്റൂമിലോ അല്ലെങ്കിൽ കിച്ചൻ്റെ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു വോൾ ആർട്ട് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് A4 കളർ പേപ്പർ പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പിലുള്ള കളർ പേപ്പേഴ്സ് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു പീസ് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോർണർ സൈഡിൽ നിന്ന് പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജൊന്ന് ചെറിയൊരു വേവ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ഷേപ്പാണ് കിട്ടുക. ഇനി ഈ ഒരു ഫ്ലവർ നമ്മൾ ഇതുപോലെ ഒന്ന് ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ബ്ലോസം ട്രീസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം ഫ്ലവേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം പോകും. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അറ്റ് ടൈമിൽ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ക്രീപ്പ് പേപ്പർ പീസിൽ നിന്നാണ്. ഇതുപോലെ ലെങ്തി ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാക്സിമം നമുക്ക് പറ്റാവുന്ന അത്രയും ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം മുൻപ് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്ത പോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ഫ്ലവർ ട്രീയിലെ ഫ്ലവേഴ്സ് നമ്മൾ 2 കളർ ഷെയ്ഡിലാണ് ചെയ്യുന്നത്, ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്കിൽ. അപ്പോൾ ഈ 2 കളേഴ്സ് നമുക്ക് സെയിം ടൈപ്പ് പേപ്പറിൽ അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലെ 2 ടൈപ്പിലുള്ള പേപ്പേഴ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അറ്റ് ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത്രയും ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ 2 കളേഴ്സിലും കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്ത് വയ്ക്കുക. പിന്നെ ട്രീ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് ട്രീയുടെ ട്രങ്ക് പോർഷൻ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ചാർട്ട് പേപ്പർ പീസസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ ഒരു 3 പാർട്സായിട്ടാണ് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ ട്രീയുടെ ബോട്ടം പോർഷൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരയ്ക്കാം. ഇനി ഇതൊന്ന് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് ബാക്കി ചാർട്ട് പേപ്പർ പീസസിലായിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് ചാർട്ട് പേപ്പർ പീസിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരയ്ക്കുമ്പോൾ മുൻപ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ എഡ്ജ് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാർട്ട് പേപ്പർ പീസിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ എഡ്ജൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ട്രീക്ക് എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചാർട്ട് പേപ്പർ പീസസിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ട്രീയുടെ ട്രങ്ക് പോർഷൻ 3 പാർട്സായിട്ടാണ് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ട്രീയുടെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ട്രങ്ക് പോർഷൻ്റെ ബാക്കി വരുന്ന പേപ്പർ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ട്രീയുടെ പാർട്സൊക്കെ വോളിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ട്രീയുടെ ബോഡി പോർഷൻ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം പേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്സ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രീയുടെ ട്രങ്ക് പോർഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ട്രീയുടെ ബ്രാഞ്ചസ് സെറ്റ് ചെയ്യാം. ഇതിനൊരു കറക്റ്റ് വേ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ട്രീയുടെ ഒരു സ്ട്രക്ചർ വരുന്ന രീതിയിൽ നമ്മൾ ബ്രാഞ്ചസ് പേസ്റ്റ് ചെയ്തെടുക്കുക.
കുറച്ച് ബ്രാഞ്ചസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രീയുടെ മെയിൻ ബോഡിയിൽ നമ്മൾ ചെറുതായിട്ട് ബ്രാഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ബ്രാഞ്ചസിലൊക്കെ ഫ്ലവേഴ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെ സെൻറ്റർ പോർഷനിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ പെറ്റൽസ് ഒക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് കൂടുതലും സെറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് ഷെയ്ഡ് ചെറുതായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡാർക്ക് പിങ്കിലുള്ള ഫ്ലവേഴ്സ് കൂടുതൽ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ഫ്ലവർ ട്രീയിൽ നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഒട്ടും ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രാഞ്ചസിനോട് ചേർന്നിട്ടുള്ള ഏരിയാസിൽ ബ്രാഞ്ചസ് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പിലായിട്ട് ഫ്ലവേഴ്സ് ഇതുപോലെ അടുപ്പിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രാഞ്ചസിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ നമ്മൾ കുറച്ചും കൂടി ബ്രാഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ഈ ബ്രാഞ്ചസിലും കൂടി നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ബ്രാഞ്ചസിലും ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറി ബ്ലോസം ട്രീയുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് LED ലൈറ്റ് സ്ട്രിങ് ഈ ഒരു ട്രീയുടെ സ്ട്രക്ചറിൽ തന്നെ അതിനോട് ചേർത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. പിന്നെ LED ലൈറ്റ് സ്ട്രിങ് പുറത്തേക്ക് അധികം കാണാതിരിക്കാനായിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു പോർഷനിലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് സൈഡിലേക്കൊന്ന് ഇതുപോലെ മാറ്റിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് മറിഞ്ഞിരുന്നോളും. പിന്നെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഇടയിലെ ഗ്യാപ്പ് വരുന്ന ആ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒരു ട്രീയുടെ ഫുൾ സ്ട്രക്ചറിൽ ഇത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ട്രീയുടെ ഫുൾ സ്ട്രക്ചറിൽ നമ്മളിവിടെ LED ലൈറ്റ് സ്ട്രിങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ ട്രീയുടെ താഴ്ഭാഗത്തായിട്ട് ഗ്രാസ് പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഗ്രാസ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി നമുക്കിതൊന്ന് ട്രേയുടെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറി ബ്ലോസം ട്രീയുടെ പേപ്പർ വോളായിട്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ LED ലൈറ്റ് സ്ട്രിങ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നൈറ്റിലും ഇത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.